ജോഷ്ല ചൂരൽമലയിലെ ബൂത്തിലാണ് നിൽക്കുന്നത്. നമുക്കറിയാം ചൂരൽമലയുടെ സവിശേഷത എന്താണെന്ന്. ആദ്യ മിനിറ്റുകളിൽ ചൂരൽമലയിലെ ബൂത്തുകളിൽ തിരക്ക് അനുഭവപ്പെടുന്നുണ്ടോ ജോഷ്ല? മനു, ചൂരൽമലയിലെ 11-ാം വാർഡിലെ 1-2 ബൂത്തുകളിൽ 1-ാം ബൂത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ വലിയൊരു തിരക്ക് അനുഭവപ്പെടുന്നില്ലെങ്കിലും അത്യാവശ്യം ആളുകൾ, അതായത് വോട്ടെടുപ്പ് ആരംഭിച്ചത് മുതൽ ഒരു 10 പേരെങ്കിലും വന്ന് വോട്ട് രേഖപ്പെടുത്താനായി ക്യൂ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ചൂരൽമലയിലെ ഈ ആളുകളുടെ വോട്ട് ചെയ്യാനുള്ള ഒരു മനസാന്നിധ്യം തന്നെ വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. ഇത് തന്നെയായിരിക്കും ഒരു പക്ഷേ വയനാട് ജില്ലയിൽ ആകമാനം ബൂത്തുകളിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കാര്യവും. നമ്മുടെ കൂടെ ഒരു അതിഥിയുണ്ട്. 10-ാം വാർഡിലെ സ്ഥാനാർത്ഥിയാണ്. 11-ാം വാർഡിൽ ആണ് വോട്ട്. ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ഇടതുമുന്നണിയുടെ 10-ാം വാർഡ് സ്ഥാനാർത്ഥി ഷൈജച്ചി. നേരത്തെ തന്നെ ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ ഏറെ സജീവമായ ഒരു വ്യക്തി കൂടിയാണ്. അന്ന് ദുരന്ത മുഖത്ത് ആളുകളെ സഹായിക്കാനായി എത്തിച്ചേർന്ന വനിതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ കൂടിയായിരുന്നു. കഴിഞ്ഞ വാർഡ് മെമ്പർ കൂടിയായിരുന്നു അല്ലേ? എന്താണ് പറയാനുള്ളത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തെക്കുറിച്ച്? വിജയപ്രതീക്ഷയുണ്ടോ? 10-ാം വാർഡൊക്കെ എങ്ങനെയാണ് നിങ്ങൾ മത്സരിക്കുന്നത്? തീർച്ചയായിട്ടും വിജയപ്രതീക്ഷയുണ്ട്. 10-ാം വാർഡിലെ ജനങ്ങൾ നേരത്തെ ഞാൻ ജനിച്ചു വളർന്ന നാടാണ് അട്ടമല എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചൂരൽമലയിൽ ബാക്കി ജീവിതം, ശേഷം മുണ്ടക്കയിൽ. ഇതാണ് എൻ്റെ ഒരു ജീവിതം. എൻ്റെ ഈ വയസ്സിനിടയിലുള്ള ജീവിതം എന്ന് പറയുന്നത് അട്ടമല, ചൂരൽമല, മുണ്ടക്കൈ തന്നെയാണ്. അപ്പോൾ നമുക്ക് പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ നമ്മളെ കൂടെ ഉണ്ടായ ഭൂരിഭാഗം ആളുകൾ ഇല്ലാതായി എന്നുള്ളതാണ്. ബൂത്തിൽ കയറിയപ്പോൾ ഏറെ സങ്കടപ്പെടുത്തിയൊരു കാര്യം, നേരത്തെ ഉണ്ടായ സുബ്രഹ്മണ്യൻ, സലീംക, സിറാജ് ഉൾപ്പെടെയുള്ള ആളുകളെ ആ ബൂത്തിൽ കയറിയപ്പോൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. അതെടുത്ത് പറയാതിരിക്കാൻ കഴിയില്ല. നേരത്തെ ഇവിടുത്തെ ഇലക്ഷൻ എന്ന് പറയുന്നത് ഒരു ഉത്സവമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മളെ ഇടയിൽ നമുക്ക് വേണ്ടപ്പെട്ടവരൊന്നും ഇല്ലാത്തൊരു ഇലക്ഷനായി മാറി എന്നുള്ളതും സങ്കടകരമാണ്. ഇവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം എങ്ങനെയാണ് പ്രതീക്ഷ നൽകുന്നത്? തീർച്ചയായിട്ടും LDF ജയിച്ചു വരും തന്നെയാണ് പ്രതീക്ഷ. 10-ാം വാർഡിൽ ആണ് ഇനി അങ്ങോട്ടേക്ക് പോവുകയാണല്ലേ? അതെ, 10-ാം വാർഡിലാണ് ഞാൻ മത്സരിക്കുന്നത്. 10-ാം വാർഡിലേക്ക് പോവുകയാണ്. നേരത്തെ വന്ന എൻ്റെ വോട്ട് എന്ന് പറയുന്നത് 11-ാം വാർഡിൽ ഫസ്റ്റ് ബൂത്തിലാണ്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി നേരത്തെ വന്നതാണ്. എന്തൊക്കെയാണ് ഇലക്ഷന് മുൻനിർത്തി പറയുന്നത്? നിങ്ങൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുന്നത് എന്തൊക്കെയാണ്? ജനങ്ങളുടെ മുന്നിൽ വെക്കുന്നത് പട്ടമലയിലെ സ്ഥാനാർത്ഥി എന്ന നിലക്ക് ഞാൻ വോട്ട് ചോദിക്കാൻ പോകുന്ന ഓരോ പ്രദേശത്തും നമ്മൾ ഏറ്റവും അടിയന്തരമായി ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓരോ ഭാഗത്തും വോട്ട് ചോദിച്ച് പോയതിന് ശേഷം ഞാനൊരു ബുക്ക് വെച്ച് അതിൽ എഴുതി വെക്കുന്നുണ്ട്. ഞാൻ വന്നാൽ ഫസ്റ്റ് എന്തിന് പ്രയോറിറ്റി കൊടുക്കണം, എന്ത് ചെയ്യണം എന്നുള്ളത്. ജയിച്ച് വന്നാൽ അങ്ങനെ തന്നെയായിരിക്കും മുന്നോട്ട് പോകുന്നത്. 10-ാം വാർഡിനെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ദുരന്തഭൂമിയിലെ ഇടതുപക്ഷ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും അംഗീകരിക്കേണ്ട പ്രവർത്തനം തന്നെയാണ്. ഓരോ കുടുംബത്തിനും മാസം ഫുഡ് കൂപ്പൺ ഉൾപ്പെടെ 25,000 രൂപ നൽകിക്കൊണ്ട് ദുരന്തബാധിതരായ മുഴുവൻ കുടുംബങ്ങളെയും സർക്കാർ ഇന്ന് വരെ സംരക്ഷിച്ച് പോകുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രശംസനീയമായ ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ എല്ലാ വിജയാശംസകളും. അങ്ങോട്ടേക്ക് പോകുമല്ലേ? ഷൈജേച്ചിയാണ്. ഞങ്ങൾ ഷൈജേച്ചി എന്ന് വിളിക്കാൻ കാരണം തന്നെ ആ ദുരന്ത ദിവസങ്ങളിലൊക്കെ തന്നെ മേപ്പാടിയിലും മുണ്ടക്കൈയിലുമുള്ള എല്ലാ ക്യാമ്പുകളിലും അതുപോലെ തന്നെ ആ ദുരന്ത ഭൂമിയിൽ അന്ന് ശവശരീരങ്ങൾ തിരിച്ചറിയാനും എടുക്കാനും ഒക്കെ തന്നെ ഒരു സ്ത്രീയുടെ കരുത്ത് തെളിയിച്ചുകൊണ്ട് മനസാന്നിധ്യവും കരുത്തും തെളിയിച്ച ഒരു വ്യക്തി കൂടിയാണ് ഷൈജേച്ചി ഇവിടെ വോട്ട് ചെയ്യാൻ വന്നത് തന്നെ നമുക്ക് കിട്ടിയ ഏറ്റവും എന്താ പറയുക, നല്ലൊരു അതിഥി തന്നെയായിരിക്കും ഷൈജേച്ചി എന്ന് പറയുന്നത്. ഇവിടെ മുണ്ടക്കൈ ചൂരൽമലക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൾ കൂടിയാണ്. നേരത്തെ നമ്മൾ സംസാരിച്ച റഷീദ് അടക്കമുള്ള ആളുകൾ പറഞ്ഞു, അവർക്കൊക്കെ ഓരോ സ്മരണകളാണ്. ഇവിടേക്ക് കയറി വരുമ്പോൾ അന്ന് ബൂത്തുകളിൽ സജീവമായിരുന്ന ആളുകൾ അവരെല്ലാം കാണാതാകുന്നു. ഏറ്റവും സങ്കടകരം ജോഷ്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ അവരോടൊപ്പം ഉണ്ടായിരുന്ന മനുഷ്യരിൽ പലരും ഇന്ന് അവരോടൊപ്പം ഇല്ല. ഉരുളെടുത്ത് പോയിരിക്കുന്നു പലരും. ആ മനുഷ്യരുടെ ഓർമ്മകളിൽ നിന്നുകൊണ്ടാണ് അവർ മറ്റൊരു തെരഞ്ഞെടുപ്പിന് വേണ്ടി ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് വരുന്നത്. അതാണ് ഏറ്റവും സങ്കടകരമായ കാര്യമെന്ന് പറയുന്നത്. ആ മനുഷ്യരുടെ ഓർമ്മകളെ കരുത്താക്കിക്കൊണ്ട് തന്നെയാണ് ആ നാട്ടിലെ ജനത മുന്നോട്ട് പോകുന്നത്. ഉരുളെടുത്ത് പോയവരുടെ ഓർമ്മകൾ അവരോടൊപ്പമുണ്ട്. ആ ഓർമ്മകളെ വഞ്ചിച്ചവരോട് അവർക്ക് പറയാനുണ്ട് പലതും. ഇന്നലെ നമ്മൾ കണ്ടതാണ് ആ ദൃശ്യങ്ങൾ. നിരവധി മനുഷ്യർ അവിടെ ചെങ്കൊടി എന്തിക്കൊണ്ട് വരുന്നത്. കാരണം അവർക്ക് സർക്കാർ ഈ ദുരന്തമുണ്ടായപ്പോൾ അവരുടെ കൂടെ നിന്നുവെന്നും അവരുടെ ഓരോ ആവശ്യങ്ങളും ഏറ്റവും അനുഭാവപൂർവ്വം പരിഗണിച്ച് അവരെ ചേർത്ത് നിർത്തിയെന്നും
ഉറച്ച ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ മനുഷ്യർ അവരുടെ കോൺഗ്രസ് ലീഗ് ബന്ധങ്ങളൊക്കെ ഉപേക്ഷിച്ച് CPIM-ന്റെ ഭാഗമാകുന്നത് ഇന്നലെ നമ്മൾ കണ്ടത്. ഒരു ചോദ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരമാണ് വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ സംസ്ഥാന സർക്കാർ എന്തു ചെയ്തു എന്ന ചോദ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഉത്തരമാണ് ഇന്നലെ ആ മനുഷ്യർ ഈ നാടിന് നൽകിയത്. അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചയും